ഹായ് കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പട്ടാളക്കാരെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പട്ടാളക്കഥകളും പട്ടാള ജീവിതവും ഒക്കെ സിനിമകളായും എഴുത്തുകളായും വന്നിട്ടുമുണ്ട്. അത്തരമൊരു പട്ടാളക്കാരൻ്റെ ജീവിതകഥയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ലഫ്റ്റനന്റ് കേണൽ സുരേന്ദ്രൻ MKയുടെ ജീവിതം എന്ന തീക്കടൽ എന്ന പുസ്തകമാണിത്. എൻ്റെ ജീവിതകഥയെ ഞാൻ 3 പ്രധാന ഭാഗങ്ങളിലായി തരംതിരിച്ചിട്ടുണ്ട്. ഓരോ ഭാഗവും ഓരോ വഴിത്തിരിവിൻ്റെയും വെല്ലുവിളിയുടെയും അതിജീവനത്തിൻ്റെയും കഥയാണ് എന്ന് എഴുത്തുകാരൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. 1962 കണ്ണൂരിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് എഴുത്തുകാരൻ ജനിച്ചത്. അച്ഛൻ ബ്രിട്ടീഷ് പട്ടാളത്തിലായിരുന്നതുകൊണ്ട് ചെറുപ്പം തൊട്ടേ എഴുത്തുകാരന് പട്ടാളത്തിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ 18-ാം വയസ്സിൽ എഴുത്തുകാരൻ പട്ടാളത്തിൽ ചേരുന്നു. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. കണ്ണൂരിൽ ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് റാലി ഉണ്ടെന്ന് അറിഞ്ഞ എഴുത്തുകാരൻ അതിനായി കഠിനമായി പ്രയത്നിക്കുന്നു. ഇതിനു മുമ്പും എഴുത്തുകാരൻ പോയിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും സെലക്ഷൻ കിട്ടിയിരുന്നില്ല. അങ്ങനെ ഒരു ചെരുപ്പ് പോലും ഇടാതെ കണ്ണൂർക്ക് പോയ എഴുത്തുകാരൻ തിരിച്ചു വന്നത് സെലക്ഷൻ കിട്ടി ഹൈദരാബാദിലേക്കുള്ള സാധനങ്ങൾ എടുക്കാനാണ്. ഹൈദരാബാദ് ആർട്ടിലറി സെന്ററിലെ ആദ്യ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് അടുത്ത 20 ആഴ്ചത്തെ ട്രെയിനിങ്ങിനായി അദ്ദേഹവും സംഘവും രാജസ്ഥാനിലേക്ക് പോകുന്നു. എഴുത്തുകാരൻ ഗണ്ണർ അഥവാ പീരങ്കി ഭടനായിരുന്നു. ഒരു സാധാരണ പട്ടാളക്കാരനായി ആർമിയിൽ ചേർന്ന് ജോലിയോടൊപ്പം തന്നെ പഠിച്ച് ഡിഗ്രി പാസ്സാവുകയും തുടർന്ന് അദ്ദേഹം ഓഫീസറാവാനുള്ള പരീക്ഷ എഴുതുകയും ചെയ്യുന്നു. എന്നാൽ ആദ്യം പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ കഠിന പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹം ഓഫീസറാകുന്നു. ഓഫീസറായി 6 മാസങ്ങൾക്ക് ശേഷം ഓപ്പറേഷൻ മേഘദൂതിൽ പങ്കെടുക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ വെച്ച് അദ്ദേഹത്തിന് ശത്രുസൈന്യത്തിന് വെടിയേൽക്കുന്നു. ആ പരിക്കിന് ശേഷം അദ്ദേഹത്തിന് ഒരു കൈ തളർന്നു പോകുന്നു. എന്നാൽ അതിലൊന്നും തളരാതെ അദ്ദേഹം പിന്നീടും ആർമിയുടെ പല വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. 2018 പ്രളയ സമയത്ത് തന്റെ നാട്ടിൽ വെച്ച് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത് 38 വർഷത്തെ തന്റെ സർവീസിനൊടുവിൽ അദ്ദേഹം തന്റെ യൂണിഫോമിനോട് വിട പറയുന്നു. 2 പ്രധാന വെല്ലുവിളികളെ അതിജീവിച്ച അദ്ദേഹത്തെ കാത്ത് 3ാമതൊരു വെല്ലുവിളി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തന്റെ വിശ്രമ ജീവിതത്തിൽ ക്യാൻസറിന്റെ രൂപത്തിലായിരുന്നു ആ വെല്ലുവിളി വന്നത്. ഈ പുസ്തകം എഴുതുമ്പോൾ എഴുത്തുകാരൻ സ്റ്റേജ് 4 ക്യാൻസറിലൂടെ കടന്നു പോവുകയായിരുന്നു. പുസ്തകം പൂർത്തിയായി കുറച്ചു നാളുകൾക്കുള്ളിൽ അദ്ദേഹം അസുഖത്തിന് കീഴടങ്ങി. പുസ്തകത്തെക്കുറിച്ച് ഇതിന്റെ ബ്ലർബിൽ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ ഇങ്ങനെ പറയുന്നുണ്ട്: ഇതൊരു പോരാളിയുടെ ജീവിതമെഴുത്താണ്. പരിക്കൻ അനുഭവങ്ങളുമായി സദാ ഒരുന്നവരിന് തനിത്തങ്കമെന്ന് തെളിഞ്ഞവരാ. ശരിക്കും ഒരു റിയൽ ലൈഫ് ഹീറോ. ഒരു ത്രില്ലർ മൂവി പോലെ അനുമാത്ര ഉദ്യോഗം നിലനിർത്തിയാണ് ഈ പുസ്തകത്തിന്റെ വികാസം. താൻ പോരിമയുടെ ഭാരമില്ലാതെ നമ്രതയോടെ ഒരാൾ തന്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുകയാണ്. പുസ്തകം ഏറെ വായിക്കപ്പെടുകയും എല്ലാവർക്കും പ്രചോദനമാവുകയും ചെയ്യട്ടെ. മറ്റൊരു പുസ്തകവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതിൽ ടാറ്റാ, ബൈ ബൈ.